വളരെ കൗതുകകരമായൊരു വാർത്തയാണ് ജാർഖണ്ഡിൽ നിന്ന് വരുന്നത്. 35 വയസ്സുകാരനായ രാജേഷ് കുമാർ IAS ഉദ്യോഗസ്ഥനായി ജനങ്ങളെയും വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ പറ്റിച്ചത് 7 വർഷമാണ്. നീണ്ട 7 വർഷക്കാലം വ്യാജ IAS ID കാർഡും വ്യാജ നമ്പർ പ്ലേറ്റുള്ള വാഹനവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി ആൾമാറാട്ടം നടത്തുകയായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഇത്തരം വാർത്തകൾ നമുക്ക് കൗതുകം ജനിപ്പിക്കുന്നവയാണെങ്കിലും അവരെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു സാധാരണ സംഭവങ്ങളാണ്. യാതൊരു തരത്തിലും ഒരു പഠനവും നടത്താതെ മെഡിക്കൽ കോളേജിൻ്റെ പടി പോലും കാണാത്ത ആളുകൾ ഡോക്ടർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സിക്കുന്നത് ഉത്തരേന്ത്യയിൽ ഒരു സാധാരണ കാഴ്ചയാണ്. ഈ അടുത്താണ് വ്യാജ കോടതി തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചത്. വ്യാജ കോടതി, വ്യാജ പോലീസ് സ്റ്റേഷൻ എല്ലാം വ്യാജമയമാണ്. മുകളിലിരിക്കുന്ന ജിയുടെ സർട്ടിഫിക്കറ്റ് തന്നെ വ്യാജമാണ്. എൻ്റയർ പൊളിറ്റിക്സ് എന്ന ഇല്ലാത്ത ഡിഗ്രിയും ഇല്ലാത്ത കോളേജും ഇല്ലാത്ത സഹപാഠികളുമൊക്കെയുള്ള ജിയുടെ ആളുകൾ ഇത്തരം വ്യാജ ആൾമാറാട്ട തട്ടിപ്പുകളുമായി വന്നിട്ടില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ട കാര്യമുള്ളൂ. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചല്ല, മറിച്ച് ഇത്തരം തട്ടിപ്പ് നടത്തുന്ന, വെട്ടിപ്പ് നടത്തുന്ന, ആൾമാറാട്ടം നടത്തുന്ന ക്രിമിനലുകളുടെ ജീവിതം യഥാർത്ഥത്തിൽ തിളങ്ങുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.